സ്വാമി ശരണം. ശബരിമല തീർത്ഥാടകർ ഹൃദയത്തിൻ്റെ കാര്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധ വേണം എന്നതിനെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ സജി സുബ്രഹ്മണ്യൻ, സമാരിറ്റൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റാണ്. കാർഡിയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് അംഗമായ ഞാൻ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ആണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. എല്ലാവർക്കും ആദ്യം തന്നെ ഭക്തി നിർഭരമായ ആരോഗ്യപൂർണമായ ഒരു മണ്ഡല മകരവിളക്ക് ശബരിമല ദർശനവും നേരുന്നു. പുണ്യനാളുകളിൽ മനസ്സിൻ്റെയും നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള വ്രതം എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളും കൂടി ശ്രദ്ധ ചെലുത്തണം. എല്ലാ ദിവസവും ഒരു ചെറിയ വ്യായാമം സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ദർശനത്തിന് വേണ്ടി പമ്പയിൽ നിന്നുള്ള ചെങ്കുത്തായ നടത്തം നമുക്ക് പെട്ടെന്നൊരു സഡൻ എക്സേഷനായിട്ട് നമുക്ക് യൂസ്ഡ് ആവരുത്. അപ്പോൾ അതിനുവേണ്ടി ക്രമമായ നമ്മൾ വ്രതം സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഒരു റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടി സ്റ്റാർട്ട് ചെയ്യണം. ഒരു 10 to 15 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു ഹാഫ് അവറോ നമുക്ക് എന്താണോ പറ്റുന്ന സൈക്ലിങ്ങോ നടത്തോ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി. ഹാർട്ട് പേഷ്യൻസ് അല്ലെങ്കിൽ കാർഡിയാക് പേഷ്യൻസ്, ഡയബറ്റിക്സ്, പുകവലിയുള്ളവർ, പ്രത്യേകിച്ചും ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞവരും ഹാർട്ട് ഫെയിലിയറുള്ള രോഗികളും ശബരിമല ദർശനത്തിൻ്റെ സമയത്ത് അവരുടെ മരുന്നുകൾ എന്തായാലും കരുതിയിരിക്കണം. അവരുടെ ഡോക്ടറെ കണ്ട് അനുമതി മേടിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം. പ്രത്യേകിച്ചും എക്കോ TMT അവരുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യണം. TMT എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്ത് ECG എടുക്കുന്ന ടെസ്റ്റാണ്. അത് ഈ ഹൈ റിസ്ക് ഉള്ള ആൾക്കാർ, വളരെ ചെറുപ്പക്കാരല്ല, നമുക്ക് റിസ്ക് ഉള്ള ആൾക്കാർ, കുറേ കാലമായിട്ട് ഡയബറ്റീസ്, പുകവലി, പാരമ്പര്യമായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നടക്കുമ്പോൾ എന്തെങ്കിലും ലക്ഷണങ്ങളുള്ളവർ, നെഞ്ചുവേന, കിതപ്പുള്ളവർ ഒരു ട്രെഡ്മില്ല് ചെയ്തതിന് ശേഷം കുഴപ്പമില്ലാന്ന് ഉറപ്പ് വരുത്തി പോകുന്നതാണ് എപ്പോഴും സേഫ്. പിന്നെ മല കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളെല്ലാം മെഡിക്കൽ ഡോക്യുമെൻസും, അസുഖമുള്ളവർ എല്ലാ മെഡിക്കൽ ഡോക്യുമെൻസും കയ്യിലെടുക്കണം. അവരുടെ മരുന്നുകൾ വേണം. അവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ അടുത്ത് അവർക്ക് ഇന്ന അസുഖമുണ്ട്, ഇങ്ങനെ ഒരു രോഗിയാണ്, പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള ആരോഗ്യ ഹൃദയത്തിൻ്റെ സ്ഥലത്ത് എത്തിക്കാനുള്ള നിർദ്ദേശവും കൊടുത്തിരിക്കണം. അവർക്കെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മൾ ശബരിമലയിൽ നമുക്ക് 4 കാർഡിയോളജി സെൻറ്റേഴ്സ് ഉണ്ട്: പമ്പ, അപ്പാച്ചിമേട്, നീലിമല, സന്നിധാനം. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സീസൺ സമയത്ത് മുഴുവൻ സമയം കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ കാണിച്ച് അതിൻ്റെ വിദഗ്ധ നിർദ്ദേശങ്ങൾ തേടേണ്ടതാണ്. അതുകൂടാതെ മല കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സാവധാനം നിന്ന് ഒരു ആവേശത്തിൽ നമ്മൾ തുടക്കം തൊട്ട് ഒറ്റ സ്ട്രെച്ചിൽ കയറരുത്. വിശ്രമിച്ച് ഒരു 10 മിനിറ്റ്സ് പ്രത്യേകിച്ചും നല്ല കയറ്റങ്ങൾ, കുത്തനുള്ള കയറ്റങ്ങൾ വിശ്രമമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കയറുമ്പോൾ ആ സഡൻ എക്സേഷനാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഹാർട്ടിൻ്റെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ഒരു വർഷം 150 പേര് ഹാർട്ട് അറ്റാക്കായിട്ട് ശബരിമലയിൽ മരിക്കേണ്ടതാണ് കണക്ക്. ഈ സീസണിൽ തന്നെ ഓൾറെഡി 10ഓളം പേര് മരിച്ചു കഴിഞ്ഞു അറ്റാക്കായിട്ട്. അത് അറ്റാക്ക് മരിക്കാത്ത ആൾക്കാരെ എണ്ണ, അറ്റാക്ക് വരുന്ന ആൾക്കാരുടെ സംഖ്യ ഇതിലും വളരെ അധികമാണ്. ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആൾക്കാർ നാവിൻ്റെ അടിയിൽ വയ്ക്കാനുള്ള മരുന്നുകളും അവർ വിശ്രമിച്ചതിന് ശേഷം ആ മരുന്നുകളും ഓക്സിജൻ പാർലറും ഒക്കെ യൂസ് ചെയ്യേണ്ടതാണ്. സേഫ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു ശബരിമല തീർത്ഥാടനമാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. വ്രതശുദ്ധിയുടെ നിറവിൽ ഒരു ഭക്തി നിർഭരമായ, ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള ഒരു ശബരിമല ദർശനം നിങ്ങൾക്കെല്ലാം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.